Over sum assured 1% movement होगा, 2% ICU charge. Admission for 3%. ഇനി അടുത്തത് നമ്മുടെ ഫ്ലെക്സി എക്സ്പോസ് ബോർഡാണ്. ഇതിന് പ്രത്യേകത സ്വർണ്ണം ഒരുപാട് കയ്യിലുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ വീട്ടിൽ വെച്ചിട്ട് ആൾക്കാർ വിദ്യാർത്ഥികളുടെ മൂലം പോലെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് പറയുക, നിങ്ങളുടെ സ്വർണ്ണം നേരെ ബ്രാഞ്ചിൽ കൊണ്ടുവരിക, വാല്യൂ ചെയ്യുക, നമ്മുടെ ഡോക്ടറിൽ കൊടുക്കുക. നമുക്ക് അതിൽ നിന്ന് ലോൺ കിട്ടും. 80% LTV ലോൺ പ്രൊവൈഡ് വാല്യൂ, പ്രീ അപ്രൂവൽ ലോൺ കിട്ടും. അപ്പോൾ 10 ലക്ഷം രൂപ സ്വർണ്ണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 8 ലക്ഷം രൂപ പ്രീ അപ്രൂവൽ ലോണായി. ഇത് മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഗുണം? ഒന്ന്, സ്വർണ്ണ സേഫാണ്, സമാധാനം. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും 8 ലക്ഷം രൂപ നമുക്ക് ആവശ്യത്തില്ല, എടുക്കുന്നതിന് പൈസ കൊടുക്കാം. ബാങ്കിൽ വെക്കാൻ പറ്റില്ല. ബാങ്കിലൊക്കെ ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ലോക്കർ ചാർജ് കൊടുക്കണം. അവിടെ എന്താ വെച്ചേക്കണമെന്നുള്ള രേഖ ഇതല്ല, ലോക്കർ ഇഷ്യൂഡ് ലോക്കറാണ്. ദർ ഇസ് എ ഡോക്യുമെന്റ്. അപ്പോൾ ലീഗലി ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ്. ആൻഡ് ഓൾസോ യു ആർ ഗെറ്റിംഗ് 80%. 80% ആസ് പെർ റിക്വയർമെന്റ് കിട്ടുന്നുണ്ട്. വിഡ്രോ ചെയ്യാനായിട്ട് ബ്രാഞ്ചിലേക്ക് വരട്ടെ, മെസ്സേജ് ഇട്ടാണ് OTP സബ്മിറ്റ് ചെയ്തിട്ടാണ് ആവശ്യമാക്കാൻ പറ്റും. അതിൻ്റെ പൈസ കൊടുക്കാം. അപ്പോൾ ബിസിനസ് സർവീസിൽ വളരെ സപ്പോർട്ടീവ്. 3 കാര്യങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. സെക്യൂരിറ്റി, സ്ട്രെസ് ഫ്രീ, ലിക്വിഡിറ്റി. സ്വർണ്ണം 30% വീട്ടിൽ വെച്ച് ലിക്വിഡിറ്റി ഇപ്പോൾ സേഫുമായി സെക്യൂർഡായി ലിക്വിഡിറ്റി. അത് മാത്രമല്ല ബൈനോമിയലായിട്ടുമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സ്കാൻ ചെയ്ത് പൈസ യൂസ് ചെയ്യാൻ സാധിക്കും. ഏതാ അപ്രൈസിംഗ് ചാർജ്? അത് ആ ഒറ്റ പ്ലാൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ സ്വർണ്ണമുണ്ട്, നമുക്ക് ഓരോ പ്രാവശ്യം കൂടി വരച്ച് പിന്നെ വെച്ച് തിരിച്ചെടുത്ത് പിന്നെ വീട്ടിൽ കൊണ്ട് വെച്ച് പിന്നെ വെച്ച് ആവശ്യത്തിന് വെച്ച് പിന്നെ എടുത്ത് വെച്ച് അതിൻ്റെ ആവശ്യം ഒറ്റ പ്രാവശ്യം വെച്ച് വലിയൊരു എമൗണ്ട് നമുക്ക് പ്രീ അപ്രൂവൽ ലോണാണ്. 80% നമുക്ക് ആവശ്യത്തിനാണ് എടുത്താൽ മതി. എടുത്തതിന് വന്ന പൈസ എപ്പോഴും മൊബൈൽ ആവറേജ് എല്ലാം IRR 24%. കസ്റ്റമർക്ക് 12 വരുള്ളൂ. IRR എന്ന് പറയുന്നത് മനസ്സിലായി. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ പലരും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 24%ലേക്ക് വരുന്നതാണ്. കസ്റ്റമർക്ക് എപ്പോഴും 12.5%. പിന്നെ സ്വർണ്ണപ്പണയം കൊടുക്കാൻ പോകുന്നത് 18% സ്വർണ്ണം വെച്ച് സ്വർണ്ണം പൈസ എടുക്കാം. ലോഞ്ച് ചെയ്തിട്ട് 80% എന്ന് പറയുമ്പോൾ സാധാരണ പ്രൈവറ്റ് സെക്ടറിൽ സെയിം ആണ്. അത് കുറച്ച് അതിന് താഴെ വരുന്നത് ആദ്യത്തെ 15 ദിവസത്തിൽ വളരെ കുറവാണ്. പക്ഷേ ആ ലെവലിൽ വരേണ്ടത് 80 താഴെ അതിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഡിവിഡൻഡ് ലാസ്റ്റ് പ്രൊഡക്റ്റാണ്. ഡിവിഡൻഡ് അറിയാമല്ലോ. ഡിവിഡൻഡ്